വിദ്യാസാഗർ ഹൈക്കോടതി വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ CBI അന്വേഷണത്തിന്റെ പ്രസക്തി വർദ്ധിക്കുകയല്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു പിരിഞ്ഞതും അത് തന്നെയാണ്. SIT എന്നത് ഗവൺമെന്റിന്റെ കയ്യിലെ ഒരു കളിപ്പാവ തന്നെയാണ്. കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ അവിടെ പോലീസ് അസോസിയേഷനും ആ പോലീസ് അസോസിയേഷൻ CPIMന്റെ അടിമകളാണെന്നുള്ളത് കേരളത്തിൽ അനവധി തവണ നമ്മൾ കണ്ടിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് ഇതിനെ യാതൊരു തരത്തിലും ഇനി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയായ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുകയില്ല. ഇപ്പൊ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന CPIMന്റെ സൈബർ പോരാളികൾ, ഗുളിക വിഴുങ്ങികൾ, അല്ലെ, ക്യാപ്സ്യൂൾ വിഴുങ്ങികൾ രംഗത്തിറങ്ങിയിട്ട് തന്ത്രിക്ക് പുരുഷ സൂക്ത് അറിയോ, തന്ത്രിക്ക് ശ്രീ സൂക്ത് അറിയോ? സത്യത്തിൽ ജസ്റ്റിസ് പരിപൂർണം ചോദിച്ചതും അദ്ദേഹം മറുപടി പറഞ്ഞതും പരിപൂർണമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളും നാളിന്ന് വരെയും പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഗണപതി ഹോമം നിത്യേന കഴിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ആ ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി ആപ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോ കേരളത്തിലെ നമ്പൂതിരി വിശ്വാസമില്ല, അപ്പൊ ബ്രാഹ്മണ വിരോധം അല്ല CPIMന്റേത്. ചോദ്യം ചോദിച്ച ജസ്റ്റിസ് പരിപൂർണവും അയ്യങ്കാരാണ്, വൈഷ്ണവ ബ്രാഹ്മണനാണ്. അപ്പൊ ഒരാളെ വിശ്വസിക്കേണ്ടത് ഒരാളെ വിശ്വസിക്കേണ്ട എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ അന്ധമായ ബ്രാഹ്മണ വിരോധം ഇല്ലെന്ന് പറയാൻ വേണമെങ്കിൽ ഈ ഒരു കാര്യം പറയട്ടെ, ഇത് വളരെ കൃത്യമായിട്ട് ടാർഗറ്റഡ് ആയിട്ടൊരു കമ്മ്യൂണിറ്റി അറ്റാക്കിൽ നടക്കുന്നുണ്ട്. അത് വളരെ സത്യമാണ്. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം കൂട്ടാളിയെ കണക്ക് പറ്റിച്ചിട്ട് മൈക്രോ ഫൈനാൻസിന്റെ പേരിൽ കൊന്നു തള്ളിയ ഒരു സമുദായ നേതാവിനെതിരെ ഇതുപോലെ പ്രതികരിച്ചാൽ കാലിന്റെ മുട്ടിന് താഴേക്ക് ബാക്കി വെച്ചേക്കവര് ഇല്ല. അപ്പൊ ഇവിടെ സമുദായങ്ങളുടെ ബലവും അവർക്ക് വിലപേശാനുള്ള കഴിവും അവരുടെ ശാരീരിക ക്ഷമതയും അവരുടെ സാമ്പത്തിക ക്ഷമതയും നോക്കിയിട്ടുള്ള പ്രതികരണം മാത്രമേ ഉള്ളൂ. ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട തന്ത്രിക്കെതിരെ റിമാൻഡ് റിപ്പോർട്ട് ഞാൻ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കി. ഒരൊറ്റ ഒരു ഭാഗത്ത് പോലും ലോജിക്കലായിട്ടൊരു കൺക്ലൂഷനിൽ എത്താൻ SIT കഴിഞ്ഞിട്ടില്ല. ആ കാര്യത്തിൽ മുഴുവൻ എഴുതിയിരിക്കുന്ന ബോഗസ് ആയിട്ട് എത്രയും പെട്ടെന്ന് തന്ത്രിയെ പിടിച്ച് അറസ്റ്റ് ചെയ്താൽ പിന്നെ RSSകാരൊക്കെ സമരത്തിന് ഇറങ്ങിക്കോളും, സ്വർണ്ണക്കുളം എല്ലാം മറന്നോളും എന്ന് എന്തൊക്കെയോ ധരിച്ചു വെച്ചിരിക്കുകയാണ് CPM. എനിക്ക് തോന്നുന്നു CPMന്റെ അഡ്വൈസർ ഇപ്പോഴും നമ്മുടെ ബ്രിട്ടാസ് തന്നെയാണെന്ന് തോന്നുന്നു. അദ്ദേഹം കേന്ദ്രത്തിലേക്ക് പോയിട്ടും അദ്ദേഹത്തിന്റെ ബാധ ഒഴിഞ്ഞിട്ടില്ല. തല കുത്തനെയുള്ള ഓരോ കാര്യങ്ങളാണ് പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ശബരിമല കാലത്ത് ഈ ഹരിശങ്കർ എന്ന് പറഞ്ഞ പോലീസുകാരൻ വളരെ ആക്റ്റീവായിട്ട് ഭക്തരോട് ഇടപെട്ടത് എങ്ങനെ നമുക്കറിയാലോ. ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, നമുക്ക് മുമ്പിൽ തെളിവുണ്ടല്ലോ. ഈ ഹരിശങ്കർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് അച്ഛന് മാത്രം എന്താണ് ഈ പ്രതി ചേർത്തോടെ പക്ഷാഘാതം വരുന്നത്? എന്ത് തരം അസുഖം എനിക്ക് മനസ്സിലാവില്ല. ഇദ്ദേഹം എത്ര കാലമായിട്ട് പക്ഷാഘാത രോഗിയാണ്? അതോ SITന്റെ പ്രതി? ഇപ്പൊ ഞാൻ ഇന്ന് വായിച്ചതാണ്, ഓൺലൈൻ മാധ്യമങ്ങൾ വായിച്ചാണ്. അതായത് SIT പ്രതി ചേർക്കുന്ന SIT ചോദിക്കും, ജസ്റ്റിസ് ബദരീൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഈ മനുഷ്യനെ മാത്രം നിങ്ങൾ ചോദ്യം ചെയ്യണില്ല, എന്തുകൊണ്ട് ഈ മനുഷ്യനെ മാത്രം നിങ്ങൾ ഇത് കാണിക്കുന്നു, ഇയാളുടെ മകൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായോണ്ടാണോ എന്ന് കോടതി ചോദിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഒരു നിമിഷം കേൾക്കാം. യെസ്. മാത്രമല്ല, ഇതിൽ മുൻപ് പ്രതി ചേർക്കപ്പെട്ട ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ BJP ആണ് കേട്ടോ, പ്രത്യേകം പറഞ്ഞേരേ. അങ്ങനെയാണല്ലോ. അല്ല, CPMന്റെ നേതാക്കളൊക്കെ കൈ ശുദ്ധമായിട്ടുള്ള ആളുകളും തന്ത്രി മാത്രം ഒരുമിച്ച്, തന്ത്രി എന്തോ കോഴിയിറച്ചി തിന്നുന്നതും ബിയറടിക്കുന്ന ഫോട്ടോ ഒക്കെ തരാന്നാണല്ലോ പറയുന്നത്. തരണം കേട്ടോ, എനിക്കൊന്ന് കാണണേ. അതാ അയാൾ പറഞ്ഞതിന് അർത്ഥം. ശരി, നോക്കാം. പ്രതീക്ഷയോടെ കാത്തിരിക്കുക. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആ ദേവസ്വം ബോർഡിൽ ഇത് ഇത്രയും കാലം കിട്ടിയിട്ട് അതിനോട് അടയിരിക്കുകയായിരുന്നോ? അത് അന്ന് തന്നെ പുറത്തു വിട്ടിരുന്നെങ്കിൽ ആ തന്ത്രി അന്ന് തന്നെ ഭക്തജനങ്ങൾ അടിച്ച് താഴെ ഇറക്കില്ലേ? പിന്നല്ലാതെ. അപ്പൊ ദേവസ്വം ബോർഡുമായിട്ട് കൂട്ടുകച്ചവടം നടത്തുന്നതിൽ മൗനാനുവാദം നൽകിയെന്ന പേരിലാണല്ലോ തന്ത്രി പിടിച്ചകത്തിരിക്കുന്നത്. എന്നാൽ മൗനാനുവാദം അല്ലാതെ നേരിട്ട് ജ്വല്ലറിക്കാരുടെ ഇടപാട് നടത്തിയ പോറ്റിയുടെ സുഹൃത്തുക്കളായ പത്മകുമാറും ഈ ശങ്കർദാസും ഈ പറഞ്ഞ പത്മകുമാറും മറ്റു ടീമൊക്കെ അവരൊക്കെ പ്രതികളല്ലാതാവുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുകയാണ് കേരളത്തിന്റെ അവസ്ഥ ഓർത്തിട്ട്. ഓരോ ദിവസവും ഓരോ വിവാദമുണ്ടാക്കി മാത്രം ഭരണപരാജയത്തെ മറച്ചു പിടിക്കുന്ന ഒരു നികൃഷ്ടമായ സംവിധാനമാണ് കേരളത്തിലുള്ളത്. ഇന്ന് നമ്മുടെ ദേശീയ നമ്മുടെ ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇവിടെ കേരളത്തിലുണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ എന്തെങ്കിലും പരാമർശം ഈ സ്വർണ്ണപ്പാളി മോഷണത്തെ പറ്റിയോ CPMന്റെ കഴിവുകളെ പറ്റിയോ ഉണ്ടായിട്ടുണ്ടോ? അനിൽജിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രത്യക്ഷത്തിൽ വിമർശനം ഉണ്ടായിട്ടില്ല. അദ്ദേഹം പരാമർശിച്ചു പോയിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയെ കുറിച്ച് പരാമർശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഈ കേരളത്തിലെ ഭരണ സംവിധാനത്തെ പറ്റിയിട്ട് ഒരക്ഷരം അദ്ദേഹം പറയാതിരുന്നത് വലിയ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇത്രയധികം കരാളമായിട്ട് കഴിഞ്ഞ 9 വർഷത്തിലധികമായിട്ട് സഹിക്കുകയാണ്. ഓരോ തലത്തിലും ഈ സർക്കാരിന്റെ പരാജയങ്ങൾ നിഴലിച്ചു നിൽക്കുന്ന ഈ നാട്ടിൽ പ്രധാനപ്പെട്ട മനുഷ്യരുടെ ശത്രുവായി മാറിയിരിക്കുകയാണ് ഈ സർക്കാർ. ഈ സർക്കാരിന്റെ പിണിയാളുകൾ SITയിൽ ഭരിക്കുമ്പോൾ ഒരു കാരണവശാലും ഇവിടെ നീതി ഉണ്ടാവില്ല. ഈ പറഞ്ഞതെല്ലാം ആ തന്ത്രിയുടെ തലയിൽ കെട്ടിവെച്ചാൽ ഞങ്ങളൊക്കെ ശുദ്ധരായെന്ന് വിചാരിച്ച് കടകംപള്ളി ശുദ്ധനാവോ? അതുകൊണ്ട് അല്ലെങ്കിൽ പത്മകുമാർ ശുദ്ധനാവോ? ശങ്കർദാസ് ശുദ്ധനാവോ?
ഞാൻ ചോദിക്കട്ടെ, 82 വയസ്സുണ്ട് എനിക്ക് പക്ഷാഘാതം വന്നുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അർത്ഥമില്ലല്ലോ ഇത്. അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ സംവിധാന പ്രകാരം ഈ SITക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്ന് മൊഴിയെടുക്കാലോ, അവിടെ നിന്ന് ചോദ്യം ചെയ്യാലോ, റെക്കോർഡ് ചെയ്യാലോ. അതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വഴിവിട്ട സഹായമാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളതെന്ന കാര്യത്തിൽ സംശയമില്ല. വൈരനിര്യാതന ബുദ്ധിയുള്ള CPIM ഓരോ ദിവസവും ഭരണപരാജയത്തെ മറയ്ക്കാൻ വേണ്ടി ഓരോ പ്രത്യേക ടാർഗറ്റുകളെ വെച്ചിട്ട് പ്രവർത്തിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ പറയുന്നത്, അവിശുദ്ധമായ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾക്ക് വേണ്ടിയിട്ട് വലിയൊരു വിശ്വാസി സമൂഹത്തെ ബലിയാടാക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. ഇപ്പോ ഇതിലെ ജുവലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധൻ, അതുപോലെ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാർ, മുരാരി ബാബു, ഇവരെ മാത്രം അറസ്റ്റ് ചെയ്താൽ മതിയോ? ഇപ്പോഴത്തെ വാസവൻജിയെയും ഒന്ന് ചോദ്യം ചെയ്യേണ്ടതല്ലേ? അല്ല, അതെന്തിനാണ് സഖാവ് രവിശങ്കർ ചോദിച്ചത്? അതെങ്ങനെയാണ്? അത് ശരി, ഇവിടെ ഒരു BJP ആണ് ഭരിക്കാന്ന് വയ്ക്കുക. BJPയുടെ നേരിട്ടുള്ള ദേവസ്വം ബോർഡിൽ പ്രശ്നം വന്നാൽ ദേവസ്വം മന്ത്രിയെ ചോദിക്കേണ്ടതില്ലേ? തന്ത്രി, ഇപ്പൊ ഇവര് പറഞ്ഞത് തന്ത്രി മൗനാനുവാദം കൊടുത്തു എന്നാണ്. മൗനാനുവാദം കൊടുത്തു ഇവരെങ്ങനെ? അല്ല, ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, അതായത് ഇതൊരു ഇൻഡിപെൻഡന്റ് ബോഡി എന്നാണല്ലോ പറയുന്നത്. ദേവസ്വം ബോർഡിന്റെ കാര്യത്തിലൊന്നും സർക്കാർ ഇടപെടില്ല. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം അതൊരു ചർച്ചയായ സമയത്തും പറഞ്ഞെന്താ, സർക്കാരിന് അതിൽ കാര്യമൊന്നുമില്ല. പക്ഷേ മന്ത്രിയും ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതെ, പക്ഷേ ഇൻഡിപെൻഡന്റ് ബോഡിയല്ല. സ്റ്റാറ്റ്യൂട്ടറി ബോഡി, യെസ്, എനിക്ക് പറ്റിയ പിഴവാണത്. അപ്പോൾ നോക്കൂ അതിലൊന്നും സർക്കാർ ഇടപെടുന്നില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കയറി ഇറങ്ങി എന്തിനാ? കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് ട്രാവൽ ചെയ്തത് എന്തിനാ? എയർപോർട്ടിൽ ഒരുമിച്ച് പുറത്തു വന്നല്ലോ എയർപോർട്ടിൽ വെച്ചിട്ട്. അതെ, അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ കണക്ഷൻ ഉണ്ട്. മാത്രമല്ല വേറൊന്ന് പറയാം, ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രശാന്ത് ഇപ്പോഴെവിടെയാണ്? പ്രശാന്ത് അകത്ത് പോയോ? പുറത്തുണ്ട്. അപ്പൊ എന്റെ ചോദ്യം, തന്ത്രിയോട് കാണിച്ച ആവേശം ഞങ്ങൾ ആരും ഹിന്ദു സമൂഹത്തിന് അഭിമാനത്തോടുകൂടി പറയാം, ഇത്തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ പോലും തന്ത്രിയെ സപ്പോർട്ട് ചെയ്യില്ല. തെറ്റ് ചെയ്യാതെ തന്ത്രിയെ അകത്തിട്ടിട്ട് മറ്റുള്ളവരെ രക്ഷിക്കാന്ന് വ്യാമോഹിച്ചാലും അത് ഹിന്ദു സമൂഹം പൊറുക്കില്ല, യാതൊരു സംശയവും വേണ്ട. അവിടെ ജാതി നോക്കിയിട്ടോ ജാതി പറഞ്ഞ് തെറ്റിക്കാൻ നോക്കിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഇവിടെ അതിലും വലിയ ക്രിമിനൽസ് സർക്കാരിനെ മുട്ടിന് സപ്പോർട്ട് ചെയ്തിട്ട് രക്ഷപ്പെട്ട് പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ പറയില്ല ആളെ പറ്റിയൊന്നും. ഇപ്പോ ഇവിടെ നോക്കൂ, രണ്ട് ജാള്യതയാണ്. സർക്കാരിനോട് കോടതി ചോദിച്ചു, ഈ ദേവസ്വം ബോർഡിനോട് ചോദിച്ചു, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, എവിടെ നിന്നാണ് ഈ പണം, ഈ ഫണ്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ അയ്യപ്പ സംഘം നടത്താൻ? അതിന് ഉത്തരം കൊടുക്കാതെ വീണ്ടും സമയം നീട്ടി ചോദിച്ചുകൊണ്ട് ആ പന്ത് തട്ടിക്കൊണ്ട് പോവാണ് ഇലക്ഷൻ വരെ. അപ്പൊ ഇങ്ങനെ ഇലക്ഷൻ സ്റ്റണ്ടിന് വേണ്ടിയിട്ട് ഓരോ ദിവസം ഓരോ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാണ് ഇവര്. ആ ഡ്രാമയ്ക്ക് മുന്നിൽ സത്യത്തിൽ അയ്യപ്പനെ വീണ്ടും ബലിയാടാക്കുന്നതിൽ അങ്ങേയറ്റം ദുഃഖമുണ്ട് എനിക്ക്. ഒരു ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഇത്രയധികം വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇവര്. അതിന്റെ പിന്നിൽ ആഗോള ശക്തികൾ വരെ ഉണ്ടാവാം. കാരണം അന്ന് നമ്മൾ സംസാരിച്ചിരുന്നു, ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്ന സ്വർണം, ഇറിഡിയം, ഇവയൊന്നും കേരളത്തിലോ ഇന്ത്യയിലോ അല്ല, രാജ്യത്തിന് പുറത്ത് രാജ്യാന്തര ശക്തികളിലേക്ക് ചെല്ലുന്നതാവാം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ കോടതി ചോദിച്ചു, അപ്പൊ SITയുടെ അന്വേഷണം ശക്തമാണെങ്കിൽ, തൃപ്തമാണെന്ന് കോടതിക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ, ആ കോടതി എന്തിനാണ് ഈ പ്രതി ചേർക്കപ്പെട്ട ശങ്കർദാസ് എവിടെയെന്ന് ചോദിക്കാൻ കാരണം എന്താ? അതാണ് ഞാൻ പറഞ്ഞത്. SIT എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു പ്രബലമായ ഒരു ടൂൾ മാത്രമായി മാറുകയാണോ എന്ന് സംശയിക്കുന്നു. തുടക്കത്തിൽ അത് കുറെ CPM നേതാക്കളിലേക്ക് നീളുമെന്ന് കണ്ടപ്പോൾ പാർട്ടി അതിശക്തമായി ഇടപെട്ടു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ല, വിദ്യാസാഗർ, ഞങ്ങൾ തുടക്കം മുതൽ ചൂണ്ടിക്കാണിക്കുന്നത്, അതായത് ഈ കവർച്ച നടന്ന സമയത്ത് അവിടെ ദേവസ്വത്തിന് വിജിലൻസ് സംവിധാനം ഉണ്ടല്ലോ, ആ വിജിലൻസിലുണ്ടായിരുന്ന, അതായത് കവർച്ച നടന്ന കാലയളവിലുള്ള 2 വിജിലൻസ് ഉദ്യോഗസ്ഥർ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുണ്ട്. ഞങ്ങൾ അന്നേ ചൂണ്ടിക്കാണിച്ചതാണ്. അവർ കൂടി അല്ല, അവർക്ക് കൂടി ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ലേ? അവരെന്തിനാ വെറുതെ വിജിലൻസ് സംവിധാനം എന്തിനാ അവിടെ പോയി വെറുതെ ഇരിക്കാനാണോ? അവരെന്തുകൊണ്ട് ഇതൊന്നും അറിഞ്ഞില്ല? അവർ ഈ ടീമിലുണ്ട്. അല്ല, ഞാൻ പറയട്ടെ അനിൽ നമ്പ്യാർജി, ഞാൻ പറഞ്ഞത്, നമ്മൾ ഇത് പറയുമ്പോൾ ഇതിനൊരു ബഹുജന സ്വഭാവമില്ലെന്ന് ഈ സർക്കാർ നന്നായി അറിയാം. നമ്മളൊരു ചാനൽ ചർച്ചയിൽ പറയുന്ന കാര്യങ്ങൾ 1,00,000 പേരിലേക്കോ 10,00,000 പേരിലേക്കോ എത്തുന്നുള്ള ചിന്തയിലല്ല പറയുന്നത്. എത്തിയാൽ തന്നെയും ഇതിനൊരു ബഹുജന മുഖമില്ലാതെ പോകുന്നത് കൊണ്ട് സർക്കാരിന് ഇതിന് എളുപ്പം മറികടക്കാൻ പറ്റും. കാരണം ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് എത്ര രഹസ്യമായിട്ടാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തപോലും ആരും അറിഞ്ഞിട്ടില്ല. എന്നാൽ തന്ത്രിയോ ഇതിന് വാർത്തയാക്കണം എന്ന് കരുതി തന്നെയാണ് CPM ചെയ്യുന്നത്. CPMന്റെ നിർദ്ദേശം 100% ഈ കാര്യത്തിലുണ്ട്. ഭരണ സംവിധാനങ്ങളിൽ
അനധികൃതമായി ഇടപെടുന്നതിൽ CPM എന്ന പാർട്ടി കുപ്രസിദ്ധമാണല്ലോ. അതിപ്പോ ഇന്നു മുതലും തുടങ്ങിയതല്ലോ. കുപ്രസിദ്ധമായി ഇടപെടൽ നടത്തുന്ന പാർട്ടിയാണത്. ആ പാർട്ടി ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഇതിന്റെ അന്വേഷണത്തിന്റെ മുനകൾ, എനിക്ക് തോന്നുന്നത് മരിച്ചുപോയ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറിനെ വരെ ഇവർ ചിലപ്പം ഇതിൽ പ്രതി ചേർക്കും. എന്തിന്റെ പേരിൽ? അന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ സാറ് മതപാഠശാലകൾ വേണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ടെന്യൂർ വെട്ടിച്ചുരുക്കിയ ആളാണ് പിണറായി വിജയൻ. ഞാൻ ഇത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് വ്യത്യാസം പറയില്ല, ഞാൻ അയ്യപ്പന്റെ കാര്യം മാത്രമാണ് പറയണത്. അപ്പൊ നല്ല കാര്യങ്ങൾ പറഞ്ഞവരെ, ഹിന്ദുവിന് അഭിമുഖമായിട്ട് ഹിന്ദുവിന് അനുകൂലമായി പറഞ്ഞവരെ എല്ലാം ഇവര് പല അല്ലെങ്കിൽ പ്രൂൺ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ നോക്കൂ, കടകംപള്ളിയിലേക്കും അത് കഴിഞ്ഞ് വലിയ തമ്പുരാന്മാരിലേക്കൊക്കെ പോകുന്നു കണ്ടപ്പോൾ ഉടനെ തന്ത്രി അറസ്റ്റിലാവുകയാണ്. തന്ത്രിക്കെതിരെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞു, ഇപ്പൊ വേണു സാർ നല്ലൊരു വക്കീലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ ഈ തന്ത്രിക്കെതിരെ റിമാൻഡ് റിപ്പോർട്ടിൽ ഏതെങ്കിലും ഒരു കാര്യം അറസ്റ്റ് ചെയ്യാൻ പ്രാപ്തമാണോ? അതെ അതെ. തന്ത്രി ആചാര ലംഘനം നടത്തിയെന്ന് എഴുതാൻ ഉളുപ്പുണ്ടോ ഇവർക്ക്? ആചാര ലംഘനത്തിന് കൊടി പിടിക്കുകയും മതില് കെട്ടുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്ത സർക്കാരിന്റെ കീഴിലുള്ള പോലീസുകാരാണ് എഴുതിയിരിക്കുന്നത്. സ്ത്രീകളെ രാജ്യരാമാനം ആൺവേഷം കെട്ടിച്ച് പുലർകാലത്ത് അയ്യപ്പന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി ആചാര ലംഘനം നടത്തിച്ചവരാണ് ചോദിക്കുന്നത് തന്ത്രി ആചാര ലംഘനം നടത്തിയെന്ന്. എന്ത് ആചാര ലംഘനം അദ്ദേഹം നടത്തിയത്? ഞാൻ കണ്ഠരര് രാജീവരുടെ വക്കാലത്ത് പിടിക്കുകയല്ല. അദ്ദേഹം ഇത്തരത്തിൽ സ്വർണ്ണപ്പാളി 1 ഗ്രാമിന് 1 തരിക്കോ വേണ്ടിയെങ്കിലും കൂട്ടുന്നുണ്ടെങ്കിൽ 100% ജയിലിൽ കിടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഈ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചാൽ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാവും ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. ഇത് ഏതൊക്കെ വലിയ ശങ്കർദാസിനെയും അതുപോലെ പത്മകുമാറിനെയും അല്ലെങ്കിൽ അതിന് മേലെയുള്ള പ്രശാന്തിനെയും അല്ലെങ്കിൽ വലിയ വലിയ തമ്പുരാക്കന്മാരായ മന്ത്രിമാരെയും ഒക്കെ രക്ഷിക്കാനുള്ള ഒരു മൂടുപടം മാത്രമാണ് ഈ തന്ത്രിയുടെ അറസ്റ്റ്. ഇത് വാർത്ത ചർച്ച ചെയ്ത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോയില്ലേ ആ ചർച്ച? തന്ത്രി 2 ദിവസം കടന്നു ചർച്ചയിൽ കറങ്ങി. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഈ സർക്കാരിന് വിവാദങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയായിട്ട്. കാരണം വേറെ ഒന്നും എടുത്തു കാണിക്കാനില്ല. ഭരണ പരാജയമല്ലാതെ, കാലിയായി കിടക്കുന്ന പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവല്ലാതെ മറ്റൊന്നും എടുത്തു കാണിക്കാനില്ല. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു സർക്കാർ അത് ചെയ്തു, ഇത് ചെയ്തു, റോഡ് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, എന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ശബരിമല ധർമ്മശാസ്താവിന്റെ മുൻപിൽ ഇത്രയും പണം ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്ന ശബരിമലയുടെ മുമ്പിൽ അതിന്റെ പ്രസിഡന്റായ വാസു പോയി നിൽക്കുന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ? ഒരു ഭക്തനും പൊറുക്കില്ല. ശബരിമലയിൽ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10 പേര് ദർശനം നടത്തുന്ന മിനിമം. അവിടെ പോയിട്ട് എന്തോ പത്രസമ്മേളനം നടക്കേണ്ടതിരിക്കണ പോലെ നിൽക്കണ പോലെയാണ് കൈ വീശി നിൽക്കുന്നത്. അവർക്ക് യാതൊരു ബഹുമാനമില്ല. മുമ്പ് രാധാകൃഷ്ണൻ മന്ത്രി എങ്ങനെയായിരുന്നു? തീർത്ഥം വാങ്ങിച്ചിട്ട് കൈ കഴുകി, ഹാൻഡ് സാനിറ്റൈസർ പോലെ. അപ്പൊ ഇവർക്കൊന്നും യാതൊരു ബഹുമാനവും ഇല്ലാത്ത മൂർത്തി സങ്കല്പമാണ് അയ്യപ്പൻ. മാത്രമല്ല ഹിന്ദുക്കളുടെ ഒരു ആചാരത്തോട് ഇവർക്ക് യാതൊരു ബഹുമാനം ഇല്ലെന്ന് മാത്രമല്ല പുച്ഛവുമാണ്. ഇപ്പൊ അടുത്ത കാലം ഇവർ അയ്യപ്പ സംഗമം നടത്താൻ കാരണം എന്താ? കാര്യമായിട്ടും ശബരിമലയിലെ നടപടികള് അടിത്തട്ടിൽ ജനങ്ങൾക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്നു കണ്ട ശേഷമല്ലേ. ഇപ്പൊ അടുത്ത കാലത്ത് ശ്രീമതി ടീച്ചറുടെ പ്രസ്താവന കണ്ടില്ലേ? അങ്ങനെ 2 സ്ത്രീകൾ അവിടെ കയറിയത് ശരിയായില്ലെന്ന് അവർ പറഞ്ഞു. ഈ CPM എന്ന പാർട്ടി പണ്ട് ശ്രീനിവാസൻ പറഞ്ഞ പോലെ 10-30 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ തിരുത്തും എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ്. അപ്പൊ ഇവരുടെ കീഴിലുള്ള ഈ സർക്കാരിന്റെ കീഴിലുള്ള SIT വെച്ച് അന്വേഷണം നടത്തിയാൽ ചിന്തിക്കാൻ പറ്റാത്തവരെയൊക്കെ ചിലപ്പോൾ അങ്ങേയും എന്നെയൊക്കെ ഇത് പറഞ്ഞതിന്റെ പേര് വരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവും. എന്നാലും ശങ്കർദാസ് അടക്കണം. അപ്പൊ ഇത് കോടതി വളരെ സ്പഷ്ടമായി ചോദിച്ചിരിക്കുകയാണ്. എന്ത് ആനുകൂല്യമാണ് അപ്പൊ ഞാൻ എന്റെ ചോദ്യം, മറ്റു പ്രതികളിൽ നിന്ന് ശങ്കർദാസിന് ആനുകൂല്യത അയാൾക്ക് അനങ്ങാൻ വയ്യ കിടപ്പിലാണെന്നാ പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു പ്രതി ചേർക്കപ്പെട്ട ശേഷമുണ്ടായ ഈ അസുഖത്തിന്റെ പേരെന്താണ്? ഇതെല്ലാം അപകടകരമായ പ്രവണതയാണ്. CBI അല്ലെങ്കിൽ അതിലും മേലെയുള്ള ഏതെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസി, കഴിഞ്ഞ തവണ ഞാൻ സ്പഷ്ടമായി പറഞ്ഞാണ്, ഇതൊരു കമ്മ്യൂണിറ്റി വേർതിരിച്ചിട്ട് സൈബർ പോരാളികൾ തെറിവിളി തുടങ്ങിയിട്ടുണ്ട്. അതിനെ തീർച്ചയായിട്ടും ഹിന്ദു സമൂഹം നേരിട്ട് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. തന്ത്രിയെ ബലിയാടാക്കിയതുകൊണ്ട് മാത്രം മന്ത്രി രക്ഷപ്പെടുമെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ചിന്ത അപകടകരമാണ്. SIT ഈ തന്ത്രി അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ശുഷ്കാന്തിക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഹോസ്പിറ്റൽ അദ്ദേഹത്തെ ഹൗസ് അറസ്റ്റ് പോലെ ചെയ്യാലോ, അദ്ദേഹത്തിന്റെ മൊഴിക അവിടുന്ന് എടുക്കാമല്ലോ, റെക്കോർഡ് ചെയ്യാമല്ലോ, അത് കോടതിയെ കേൾപ്പിക്കാമല്ലോ. ഇതൊന്നും ചെയ്യാതെ പോലീസുകാരന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്റെ അച്ഛനായതുകൊണ്ട് മാത്രം കിട്ടുന്ന ആനുകൂല്യം ഒക്കെ കൊടുത്തുകൊണ്ട് ഇങ്ങനെ പോയാൽ ഈ അന്വേഷണം എവിടെയും എത്തില്ല. പെട്ടെന്ന് പണക്കാരനായ പ്രശാന്തും വാസും ഒന്നും പിടിക്കപ്പെടില്ല, അല്ലെങ്കിൽ അവരൊന്നും ശിക്ഷിക്കപ്പെടില്ല എന്നാണ് എന്റെ ചിന്ത. അതുകൊണ്ട് ഇത് മാറണം. ഇതിന് കാര്യമായ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുക തന്നെ വേണമെന്നാണ് എന്റെ അഭിപ്രായം.